പ്രിയപ്പെട്ടവരെ, ഒരു മത്സരത്തിനിടയിൽ ഞാൻ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കട്ടക്കിലെ മെയിൻ ബ്രാഞ്ചിലെ ലോക്കറിനകത്ത് കഴിഞ്ഞ 67 വർഷങ്ങളായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വളരെ വിലയേറിയ ആ നിധി എന്ത് എന്ന് പറയാമോ എന്നായിരുന്നു ചോദ്യം. കൂട്ടത്തിൽ മിടുക്കനായ ഒരു കുട്ടി അതിന് ഉത്തരവും പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കട്ടക്കിലെ മെയിൻ ബ്രാഞ്ചിലെ ലോക്കറിനകത്ത് 67 വർഷക്കാലമായി ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന വിലയേറിയ ആ നിധി ഒരു രത്നമോ വജ്രമോ അല്ല. അതൊരു ക്ഷേത്രത്തിന്റെ നിലവറയിൽ നിന്ന് ലഭിച്ച അമൂല്യമായ ശേഖരമോ പഴയകാലത്തിലെ കോട്ടകൊത്തളങ്ങൾക്കകത്ത് നിന്ന് കിട്ടിയ വിലപിടിപ്പുള്ള വസ്തുക്കളോ കടൽ തീരം നിന്ന് ലഭിച്ച ധാതുക്കളോ അല്ല. ആ ലോക്കറിനകത്ത് 67 വർഷമായി ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ തിരുശേഷിപ്പുകളായ കന്നഡയും ഭസ്മവും മറ്റുമാണ്. ചില തിരുശേഷിപ്പുകൾ അങ്ങനെയാണ്. എന്തിനേക്കാളും അമൂല്യമായ ആ ശേഷിപ്പുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള വായനയുടെ വിപ്ലവവും ഓർമ്മയുടെ നവോത്ഥാനവും ആരായുന്ന ഈ പുരോഗമന പ്രവർത്തനത്തിലേക്ക് സ്വാഗതം. ഇത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അശ്വമേധം. ഈ ദിവസത്തെ ഓപ്പൺ ഫ്രീസ്റ്റൈലിലെ ആദ്യത്തെ മത്സരാർത്ഥി ലിതേഷ് വാക്കിൻ. ലിതേഷ്, എവിടെ വീട്? കോങ്ങാട്. എന്താ ലിതേഷ് എന്നുള്ള പേരിന്റെ പ്രത്യേകത? എല്ലാരും ചോദിക്കാറുണ്ട്, എനിക്കും ക്ലിയർ ആയി അറിയില്ല. വീട്ടുകാരുടെ ഒരു കണ്ടെടുത്താണ്. അന്വേഷിക്കണം. നമ്മളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതെ, പങ്കെടുക്കാറുണ്ട്. ഔറംഗസീബിന്റെ അച്ഛൻ ആരാണ്? ഷാജഹാൻ. ഷാജഹാന്റെ അച്ഛൻ ആരാണ്? ജഹാംഗീർ. അറിയാം. ആ പട്ടം ചോദിച്ചാണല്ലോ കൺഫ്യൂഷൻ. ജഹാംഗീറിന്റെ അച്ഛൻ മഹാനായ അക്ബർ. അക്ബറിന്റെ അച്ഛൻ ഹുമയൂൺ. ഹുമയൂണിന്റെ അച്ഛനാകട്ടെ ബാബർ. അറിയാം. അതും പോട്ടെ. രാഹുൽ ഗാന്ധിയുടെ അച്ഛനാരാ? രാജീവ് ഗാന്ധിയുടെ അമ്മ ആരാ? ഇന്ദിരാഗാന്ധിയുടെ അച്ഛനാരാ? ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനാരാ? മോട്ടിലാൽ നെഹ്റു. അതൊക്കെ നമുക്കറിയാം. ലിജേഷിന്റെ അച്ഛന്റെ പേരെന്താ? നന്ദകുമാർ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്? പരമേശ്വര പണിക്കർ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാകുമ്പോൾ പ്രശ്നമാണ്. നമ്മുടെ പ്രശ്നം ഇതാ, നമുക്ക് മറ്റുള്ളവരുടെ 5 തലമുറയെ കുറിച്ച് അറിയാം, നമ്മുടെ സ്വന്തം തലമുറ നമ്മൾ അന്വേഷിക്കാറേ ഇല്ല. അല്ല, ലിജേഷിന്റെ അല്ല, നമ്മൾ പലരോട് ചോദിച്ചാലും ഇതാണ് അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അതുവരെയുള്ള പേരുകളെ അറിയൂ. എന്തുകൊണ്ട് ഇന്നു മുതൽ ലിജേഷ് ഇവിടെ ഇരിക്കുന്നവരും ഈ പ്രോഗ്രാം കാണുന്നവരും 1 മണിക്കൂറൊന്നും മെനക്കെട്ട് സ്വന്തം തലമുറ 5 തലമുറ മുമ്പിലുള്ളവരുടെ പേരുകൾ പഠിക്കാൻ തയ്യാറാവുക? ലെറ്റ് ഇറ്റ് ബി എ മൂവ്മെന്റ്. പലതരത്തിലുള്ള ഇപ്പൊ റൈസ് ബൗൾ അടക്കം ഒരുപാട് മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ടല്ലോ. വേര് തിരയുന്ന ഒരു മൂവ്മെന്റ് അശ്വമേധം വഴി കാരണമാകട്ടെ. സ്വന്തം തലമുറയിൽ അച്ഛന്റെ തലമുറയിലെ 5 പിതൃക്കളെ 5 പ്രപിതാക്കളുടെ പേര് പഠിക്കാൻ ഇന്നു മുതൽ ശ്രമിക്കുക. ശരി, തുടങ്ങാം. ലിതേഷിന് സ്വാഗതം. യാഗം. ലിതേഷ് വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അല്ല. സ്പോർട്സ്? അതെ. പന്ത് ഉപയോഗിച്ചുള്ള കളി? അതെ. ക്രിക്കറ്റ്? അല്ല. വലിയ പന്ത്? അതെ. ഇപ്പോൾ കളിക്കുന്നുണ്ടോ? ഇല്ല. 10 ചോദ്യങ്ങൾ കാൽപന്തിന്റെ വേഗതയിൽ. ഏറ്റാം. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? അതെ. ഇംഗ്ലണ്ട്? അതെ. ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും രാജ്യത്തിന്റെ? അതെ. ഫോർവേഡ്, മിഡ്ഫീൽഡർ ഇതിലൊന്നായിരുന്നോ? അതെ. രാജ്യത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു തീർച്ച തന്നെയാണ് അല്ലേ? 50 ആയില്ല. നാൽപ്പത്തഞ്ച് കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞില്ല. ഇല്ല.
റിട്ടയർ ചെയ്തു എന്നാണ് പറഞ്ഞത്. റിട്ടയർ ചെയ്തു. ശരി. കർത്തവർഗക്കാരനായിരുന്നു. അല്ല. രാജസൂയ. നാൽപ്പത്തഞ്ച് കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ച തന്നെയാണ്. തീർച്ചയായും. ഇപ്പോൾ ഗാരി ലിനേക്കറുടെയും പോൾ ഗോസ്കോയിന്റെ ഒക്കെ കാലത്തിനൊക്കെ വളരെ ശേഷമുള്ള ആളാണ്. മൈക്കലോവിന്റെ ഒക്കെ ആ കണ്ടംപററി പീരീഡിലുള്ള ആളാണ്. കൂടെ കളിച്ച ആളാണ്. അതാണല്ലോ 45 ആയില്ല എന്ന് പറയുമ്പോൾ മൈക്കൽ ഓവന്റെയും ഈവൻ വെയിൻ റൂണിയുടെ തുടക്കത്തിലും ഒക്കെ ഉള്ള കളിക്കാരനാണ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം എൽ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഭാഗം എല്ലിൽ ആരംഭിക്കുന്നു എന്നാണ് ചോദ്യം. ഇല്ല. ലംബാർഡിനെ പോലെ ഒരാളൊന്നുമല്ല. ഫ്രാങ്ക് ലംബാർഡല്ല. 18. പേരിന്റെ ഏതെങ്കിലും ഭാഗം ജെയിലോ ജിയിലോ ആരംഭിക്കുന്നുണ്ടോ? ആരംഭിക്കുന്നുണ്ട്. എടുക്കാനാണല്ലോ നിങ്ങൾ. പേരിന്റെ ഏതെങ്കിലും ഭാഗം എസിൽ ആരംഭിക്കുന്നുണ്ടോ? കണ്ടുപിടിച്ചു. ആരംഭിക്കുന്നുണ്ട്. ഗുഡ് ഗസ്. ഞാൻ മൈക്കൽ ഓവനിലൂടെ ഫ്രാങ്ക് ലംബാർഡിലൂടെ ഒക്കെ സഞ്ചരിക്കേണ്ടി വന്നു. ഒടുവിൽ അത് സ്റ്റീവ് ജെറാർഡ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ. വെരി ഗുഡ് സെലക്ഷൻ. അതെന്താ സെലക്ട് ചെയ്തതെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പറയൂ. പല പ്ലേയേഴ്സും വേറെ ക്ലബ്ബുകൾക്ക് കളിക്കാൻ പോകുമ്പോൾ ജെറാർഡ് മാത്രമാണ് ലിവർപൂളിന് വേണ്ടി ഒരു 18 കൊല്ലം കണ്ടിന്യൂസ് ആയി കളിച്ചിട്ടുള്ളത്. കപ്പുകൾ കുറച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ ഉള്ള കപ്പ് വെച്ചിട്ട് കളിച്ച ഒരു പ്ലെയറാണ് സ്റ്റീവൻ ജെറാർഡ്. അദ്ദേഹം എൻ്റെ ഒരു റോൾ മോഡൽ പോലെയാണ്. സ്റ്റീവ് ജെറാർഡ് മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരമാണ്. 1997 മുതൽ 2015 വരെ ഇദ്ദേഹം പ്രശസ്ത ക്ലബായ ലിവർപൂളിന് വേണ്ടി കളിച്ചു. നിലവിൽ ലിവർപൂൾ അണ്ടർ 18 കോച്ചായി തുടരുന്നു. 2009 ലോക ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടീഷ് കായിക രംഗത്തിൽ 2 സ്റ്റീവൻ ജെറാർഡും സ്റ്റീഫൻ റെഡ്ഗ്രീവ്സിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ജലകായിക ഇനങ്ങളിൽ കയാക്കിങ്ങിലും വാട്ടർ പോളോയിലുമെല്ലാം തുടർച്ചയായി 4 വർഷങ്ങളിൽ മെഡൽ നേടിയ ഉജ്ജ്വലനായ കായിക താരങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു മിലിറ്ററി മാനാണ്, എൻ്റെ സൈന്യം എൻ്റെ കളിയാണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ ബാറ്റിൽ ഫീൽഡ് വെള്ളവുമാണ് എന്നാണ്. യുദ്ധവീര്യത്തോടുകൂടി മെഡലുകൾ തേടിപ്പിടിച്ച സ്റ്റീഫൻ റെഡ്ഗ്രീവ്സ്, ഒപ്പം കാൽപന്ത് കളിയിലെ എപ്പോഴും മാന്യനായിരുന്ന സ്റ്റീഫൻ ജെറാർഡ്. നല്ല സെലക്ഷൻ.